പ്രതിപക്ഷ കക്ഷികളുടെ ദേശീയ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിയുടെ ഭാവി രാഷ്ട്രീയ ദിശയും കേന്ദ്ര സർക്കാരിനെതിരായ സംയുക്ത നീക്കങ്ങളും ചർച്ച ചെയ്യുന്നതിനായി ജൂൺ 8-ന് ന്യൂഡൽഹിയിൽ ചേരാനിരിക്കുന്ന നേതൃയോഗത്തിൽ നിന്ന് ദ്രാവിഡ മുന്നേറ്റ കഴകം വിട്ടുനിൽക്കുമെന്ന സൂചനകൾ ശക്തമാകുന്നു. തമിഴ്നാട്ടിലെ സമീപകാല രാഷ്ട്രീയ സംഭവവികാസങ്ങളും കോൺഗ്രസുമായുള്ള ബന്ധത്തിൽ രൂപപ്പെട്ട അസ്വാരസ്യങ്ങളും പരിഗണിച്ചാണ് പാർട്ടി ഈ നിലപാട് സ്വീകരിക്കുന്നതെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നുള്ള വിവരം. വർഷങ്ങളായി തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ പ്രധാന സഖ്യകക്ഷികളായി നിലകൊണ്ടിരുന്ന DMK-യുമായുള്ള ബന്ധം അടുത്ത കാലത്ത് ഗണ്യമായി ദുർബലമായിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെട്ടതോടെയാണ് ഈ അകലം കൂടുതൽ വ്യക്തമായത്. DMK വിട്ട് തമിഴക വെற்றிക്കഴകവുമായി സഹകരിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമാകാൻ കോൺഗ്രസ് തീരുമാനിച്ചതാണ് ഇരു പാർട്ടികൾക്കുമിടയിലെ ഭിന്നതയുടെ പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ഈ നീക്കം DMK നേതൃത്വത്തെ അസ്വസ്ഥരാക്കിയതായും ദേശീയ തലത്തിലെ പ്രതിപക്ഷ ഐക്യത്തിലും അതിന്റെ പ്രതിഫലനം കാണാനാകുന്നതായും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. DMK-യും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളലുകൾ ഇതിനു മുൻപ് തന്നെ പരസ്യമായി പ്രകടമായിരുന്നു. പാർലമെന്റിന് അകത്തുപോലും ഈ അകലം പ്രകടമായ സാഹചര്യമാണ് ഉണ്ടായത്. ലോക്സഭയിലെ കോൺഗ്രസ് അംഗങ്ങളോടൊപ്പമുള്ള ഇരിപ്പിട ക്രമീകരണത്തിൽ നിന്ന് മാറി DMK അംഗങ്ങൾക്ക് പ്രത്യേക ബ്ലോക്ക് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് DMK ലോക്സഭാ നേതാവ് K. കനിമൊഴി സ്പീക്കർ ഓം ബിർളയ്ക്ക് ഔദ്യോഗിക കത്ത് നൽകിയിരുന്നു. പാർട്ടിയുടെ സ്വതന്ത്ര രാഷ്ട്രീയ നിലപാടിനും വ്യക്തിത്വത്തിനും പ്രാധാന്യം നൽകുന്ന നീക്കമായാണ് ഇതിനെ DMK അവതരിപ്പിച്ചതെങ്കിലും കോൺഗ്രസുമായുള്ള ബന്ധം വഷളാകുന്നതിന്റെ വ്യക്തമായ സൂചനയായി പലരും ഇതിനെ വിലയിരുത്തി. ഇതിനിടെ ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും അകലം പാലിച്ചിരുന്ന തൃണമൂൽ കോൺഗ്രസ് ഈ യോഗത്തിൽ സജീവ സാന്നിധ്യം അറിയിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. പശ്ചിമബംഗാളിലെ പ്രധാന പ്രതിപക്ഷ ശക്തിയായ തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും മുൻ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും മമതാ ബാനർജിയുടെ രാഷ്ട്രീയ പിൻഗാമിയായി കണക്കാക്കപ്പെടുന്ന അഭിഷേക് ബാനർജിയും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ. അടുത്തിടെ പശ്ചിമബംഗാളിൽ അഭിഷേക് ബാനർജിക്ക് നേരെയുണ്ടായ ആക്രമണ സംഭവത്തെ തുടർന്ന് നിരവധി പ്രതിപക്ഷ പാർട്ടികൾ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. സംഭവത്തിന് പിന്നിൽ BJP-യുടെ രാഷ്ട്രീയ വൈരാഗ്യമാണെന്ന ആരോപണവും വിവിധ പ്രതിപക്ഷ നേതാക്കൾ ഉയർത്തിയിരുന്നു. ഇതോടെ തൃണമൂൽ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെട്ടതായാണ് വിലയിരുത്തപ്പെടുന്നത്. ഡൽഹിയിൽ നടക്കുന്ന ഈ നിർണായക യോഗത്തിൽ ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ എന്നിവരും പങ്കെടുക്കുമെന്നാണ് സൂചന. വിവിധ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക രാഷ്ട്രീയ ശക്തികളെ ഒരേ വേദിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇവരുടെ സാന്നിധ്യത്തെ കാണുന്നത്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, RJD നേതാവ് തേജസ്വി യാദവ്, ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് ഉദ്ധവ് താക്കറെ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാർലമെന്റിന് വരാനിരിക്കുന്ന സമ്മേളനങ്ങൾ, കേന്ദ്ര സർക്കാരിനെതിരായ സംയുക്ത പ്രതിഷേധ പരിപാടികൾ, സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തുടങ്ങിയവ യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളാകുമെന്നാണ് സൂചന. പ്രതിപക്ഷ ഐക്യം കൂടുതൽ ശക്തിപ്പെടുത്തുകയും BJP-ക്കെതിരെ ഏകോപിത രാഷ്ട്രീയ നിലപാട് രൂപപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ DMK-യുടെ അഭാവം ഇന്ത്യ മുന്നണിക്കുള്ളിലെ ആഭ്യന്തര വെല്ലുവിളികളെ വീണ്ടും ചർച്ചയിലാക്കുകയാണ്. ദേശീയതലത്തിൽ BJP-ക്കെതിരെ ഒരുമിച്ച് മുന്നേറാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ സഖ്യത്തിന് സംസ്ഥാനതല രാഷ്ട്രീയ താൽപര്യങ്ങളും പ്രാദേശിക സഖ്യ സമവാക്യങ്ങളും വലിയ വെല്ലുവിളിയായി തുടരുമെന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായാണ് ഈ സംഭവ വികാസങ്ങളെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. 17ഓളം പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഈ യോഗത്തിന്റെ തീരുമാനങ്ങളും ചർച്ചകളും രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാവി ദിശയെ സ്വാധീനിക്കുമെന്നതാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.